തെളിഞ്ഞൊരു പകലിലേക്കാണ് അന്ന് കണ്ണു തുറന്നത്. ലല്ലുമോള് പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. പാറു കിടന്നയിടം ശൂന്യമാണ്. എന്നിട്ടും ആ ഇത്തിരി സ്ഥലത്താണ് തൻ്റെ സന്തോഷം മുഴുവനും കുടിയിരിക്കുന്നതെന്ന് തോന്നി ഹരിക്ക്. വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധമൊരു സന്തോഷം ഹൃദയം ഒന്നാകെ ചുറ്റിവരിഞ്ഞു പിടിച്ചിരുന്നു. ലല്ലുമോളെ ഒന്നുകൂടി ഒതുക്കി പിടിച്ചുകൊണ്ടവൻ ആ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു. ഇന്നു മുതൽ ഓഫീസിൽ പോയി തുടങ്ങേണ്ടതുണ്ട്. ഇനി ശീലങ്ങൾ മാറ്റേണ്ടതുണ്ട്. ഒരുപാട് ദിവസങ്ങളിലെ ലീവ്, പുതിയ സ്ഥലം, എല്ലാം കൂടി നിന്ന് തിരിയുവാൻ സമയമുണ്ടാവില്ലെന്ന് ഉറപ്പാണ്. 6 മണിയുടെ അലാറം അടിക്കുന്നത് കേട്ടിട്ടാണ് ലല്ലുവിനെ ഒന്നുകൂടി ഉമ്മ വെച്ചുകൊണ്ട് ഹരി എഴുന്നേറ്റത്. അവൻ്റെ ചൂടിൽ നിന്നും പെട്ടെന്ന് തണുപ്പിലേക്ക് എടുത്തറിയപ്പെട്ടതുപോലെ ചുരുണ്ടുകൂടി അവളെ നന്നായി പുതപ്പിച്ചു കൊടുത്തുകൊണ്ടവൻ ആ തലയിൽ വാത്സല്യത്തോടെ തഴുകി. കുഞ്ഞിൻ്റെ ഉറക്കത്തിന് ഒരു ഭംഗം വരുത്തരുതെന്നുള്ളതുകൊണ്ട് തന്നെ അവൻ്റെ ചെയ്തികളിൽ ഒരു സൂക്ഷ്മതയുണ്ടായിരുന്നു. പല്ലുതേപ്പും കുളിയുമെല്ലാം കഴിഞ്ഞാണ് ഹരി പുറത്തേക്കിറങ്ങിയത്. അടുക്കളയിൽ നിന്നും പാറുവിൻ്റെയും വരതയുടെയും ശബ്ദം കേൾക്കാം. പുറത്തേക്കുള്ള വാതിൽപ്പടിയിൽ ഉറക്കം തൂങ്ങിക്കൊണ്ട് ഭദ്രയും ഇരിപ്പുണ്ട്. ഹൃദയം നിറഞ്ഞ സന്തോഷം നൽകുന്ന ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ഹരി അങ്ങോട്ട് ചെന്നത്. അവൻ ചെന്ന് വാതിൽപ്പടിയിൽ നിന്നതൊന്നും അവർ മൂന്നാളും അറിഞ്ഞിട്ടില്ല. നിറഞ്ഞ ചിരിയോടെ സംസാരിക്കുന്ന പാറുവിലാണ് ഹരിയുടെ കണ്ണുകൾ. കുളിയൊക്കെ കഴിഞ്ഞ് ഒരു തോർത്ത് ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട് തലയിൽ. ജോലി ചെയ്യാനുള്ള എളുപ്പത്തിനാകും. സാരിത്തലപ്പ് എളിയിലേക്കെടുത്ത് കുത്തിയിട്ടുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവിടെ അവൾക്ക് പരിചിതമാണെന്ന് തെളിയിക്കും വിധം ജോലികൾക്കെല്ലാം ഒരു ചടുലതയുണ്ട്. പതിയെ പതിയെ തന്നിലേക്കും അവൾ നടന്നു കയറുമല്ലോ എന്ന് ഓർമ്മ അവനെ ഒന്നാകെ പൊതിഞ്ഞു. "നിനക്കിന്ന് ഓഫീസിൽ പോകേണ്ട ഹരി?" പിന്നിൽ നിന്നും കൈമൾ മാഷ് ചോദിക്കുന്നത് കേട്ടിട്ടാണ് ഹരി ഞെട്ടിത്തിരിഞ്ഞു നോക്കിയതും അവൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയതും. "ഉണ്ടച്ചാ, ഇന്നു മുതൽ ജോയിൻ ചെയ്യണം." ഹരി തിരിഞ്ഞു നിന്നിട്ട് ചിരിയോടെ പറഞ്ഞു. ഒന്നു മൂളിയിട്ട് കയ്യിലുള്ള ഒഴിഞ്ഞ ഗ്ലാസ് ഹരിയുടെ നേരെ നീട്ടിയിട്ട് അദ്ദേഹം തിരിച്ചുപോയി. "ചായ എടുത്ത് കുടിക്ക് ഹരി," വരദ ചിരിയോടെ പറഞ്ഞു. അതിനു മുന്നേ പാറു അവന് നേരെ ചായ ഗ്ലാസ് നീട്ടിയിരുന്നു. 2 കണ്ണും ചിമ്മി കാണിച്ചിട്ട് ഹരി അത് വാങ്ങി. പാറുവിൻ്റെ അതുവരെയും ഉണ്ടായിരുന്ന ഭാവം മാറിയിരുന്നു. പകരം അവിടെ വെപ്രാളം സ്ഥാനം പിടിച്ചു. ഹരി ചായയുമായി ഭദ്രയുടെ അരികിൽ പോയിരുന്നു. "ഇവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങാനായിരുന്നുവെങ്കിൽ ഏട്ടൻ്റെ കുഞ്ഞെന്തിനാ ഇപ്പോഴേ എഴുന്നേറ്റത്?" അവൻ്റെ തോളിലേക്ക് ചാഞ്ഞ ഭദ്രയോട് ഹരി വാത്സല്യത്തോടെ ചോദിച്ചു. "ഈ അമ്മയുടെ പണിയായേട്ടാ." അവൾ ചുണ്ടു ചുളുക്കിക്കൊണ്ട് ഹരിയെ നോക്കി. ഹരി വരദയെ നോക്കി. "ഈ പെണ്ണിന് ഇന്ന് തിരിച്ചു പോവേണ്ടതാ ഹരി. കുഞ്ഞിക്ക് സ്കൂളിൽ പോവാനാകും മുന്നേ കൊണ്ടുവിടാമെന്ന് മാഷ് പറഞ്ഞതുകൊണ്ടാ ഞാനിവളെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത്. അതിൻ്റെ ക്ലാസ് എത്ര വണ്ണം പോയി ഇപ്പോൾ തന്നെ?" വരദ അവൻ്റെ നോട്ടം കണ്ടിട്ട് പെട്ടെന്ന് പറഞ്ഞു. ഹരി കണ്ണുരുട്ടിക്കൊണ്ട് ഭദ്രയെ നോക്കി. അവൻ്റെ നോട്ടം കണ്ടിട്ട് അവൾ വേഗം കണ്ണടച്ച് കളഞ്ഞു. "അല്ല മോളെ, ലല്ലുവിനെ സ്കൂളിൽ വിടണ്ടേ ഇന്നു മുതൽ?" വരദയുടെ ചോദ്യം പെട്ടെന്നായിരുന്നു. പാറു ഹരിയെയാണ് നോക്കിയത്. "അത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് അമ്മേ. സ്കൂൾ ബസ് റോഡിൽ വരും. ഞാനത് ഇന്നലെ പറയാൻ വിട്ടുപോയതാ പാറു. വെറുതെ കുഞ്ഞിൻ്റെ സ്കൂൾ കളയണ്ടല്ലോ." ഹരി പറഞ്ഞു. തിരിച്ചൊന്നും പറയാതെ തിരിഞ്ഞു നിൽക്കുമ്പോൾ എന്തിനെന്നറിയാതെ പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. കണ്ണു തുറക്കുമ്പോൾ ആദ്യത്തെ കാഴ്ചകളെല്ലാം സീതയ്ക്ക് അപരിചിതമായിരുന്നു. സാവധാനം ഓരോന്നും ഓർമ്മകളിലേക്ക് തെളിഞ്ഞു വന്നു. കുളിരോടെ തലചെരിച്ച് നോക്കുമ്പോൾ ശാന്തമായി ഉറങ്ങുന്ന കണ്ണൻ്റെ മുഖത്ത് കണ്ണുകൾ തടഞ്ഞു നിന്നു. ഗാഢമായ ഉറക്കത്തിൽ പോലും അവൻ്റെ കരുത്തുള്ള കൈകൾ അവളെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. വീണ്ടും വീണ്ടും സീതയുടെ കണ്ണുകൾ ആ മുറിയിൽ ഓടി നടന്നു. അപ്പോഴൊക്കെയും ഉള്ളിൽ കണ്ണനോടുള്ള പ്രണയം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരുന്നു. പതിയെ ഉയർന്നു നിന്നിട്ട് അവൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ടവൾ അവനെ ഉണർത്താതെ എഴുന്നേറ്റു. അവനൊരു സ്വർഗമൊരുക്കി കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞത് വെറുതെയല്ലെന്ന് അവിടെ ഒരുക്കിയ ഓരോ കാര്യങ്ങളും അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു. പറയാതെ പറഞ്ഞു കൊടുക്കാതെ അവൾക്ക് വേണ്ടതെല്ലാം കണ്ണൻ അവിടെ കരുതിയിരുന്നു. ഇത്രയും ആത്മാർത്ഥമായി കാത്തിരിക്കുന്നവനെ രമിക്ക് വേണ്ടി അവളെ ഭയന്നിട്ട് താൻ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റിയിരുന്നുവെങ്കിൽ അത് അവൻ്റെ ജീവനെ തന്നെ ബാധിക്കുമായിരുന്നു എന്ന ഓർമ്മ അവളിൽ നടുക്കം തീർത്തിരുന്നു. നന്നായി ഒന്ന് കുളിച്ച് പുറത്തിറങ്ങിയതോടെ യാത്രയുടെ ആലസ്യമെല്ലാം അഴിഞ്ഞു വീണിരുന്നു. ഒന്നുകൂടെ കണ്ണനെ നോക്കി സീത വാതിൽ തുറന്നിറങ്ങി. തികച്ചും അപരിചിതമായൊരിടം. പക്ഷേ ഓരോ കോണും പ്രിയപ്പെട്ടവൻ്റെ സാന്നിധ്യം കൊണ്ട് അവൻ നൽകിയ വിവരണം കൊണ്ട് അവൾക്ക് പരിചിതമായിരുന്നു. വന്നു കയറിയപ്പോൾ കാണാത്ത കാഴ്ചകളിലേക്ക് അവളുടെ കണ്ണുകൾ ഊർന്നു വീണു. 2 മുറികളും ഒരു ഹാളും പിന്നെ ഒരു അടുക്കളയും. അവിടെയെല്ലാം സീത കയറി ഇറങ്ങി. പുറത്തേക്ക് തുറക്കുന്ന കുഞ്ഞൊരു ഓപ്പൺ ടെറസ്.
ബാംഗ്ലൂർ നഗരത്തിൻ്റെ തിരക്കുകൾ മുഴുവനും കാണും അവിടെ നിൽക്കുമ്പോൾ. സീതയ്ക്ക് വീട് ഓർമ്മ വന്നു, വീട്ടുകാരെ ഓർമ്മ വന്നു. ഉള്ളിലൊരു നോവിൻ്റെ പ്രാവ് ചിറകുകൾ വീശി കുടഞ്ഞു. ജീവിതം തന്നെ ഏതെല്ലാം വഴികളിൽ കൂടി നടത്തി, അല്ല, വാലിന് തീപിടിച്ച പോലെ ഓടിച്ചു. ഒടുവിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വഴിയിൽ നിറയെ സ്നേഹം പൂത്തു നിൽക്കുന്നൊരിടം തനിക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്നോളം അനുഭവിച്ച വേദനകൾ പോലും സുഖമുള്ളതായി തോന്നുന്നു. ഒരു നെടുവീർപ്പോടെ ആ വാതിൽ അടച്ചുകൊണ്ടവൾ തിരിഞ്ഞു നടന്നു. അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവളെ തന്നെ നോക്കി വാതിൽപ്പടിയിൽ നെഞ്ചിൽ കൈകെട്ടി ചിരിയിലും കണ്ണിലും പ്രണയം നിറച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ണനെ കണ്ടത്. സീതയും ചിരിച്ചുകൊണ്ടവനെ നോക്കി. എന്നിട്ടൊരു കപ്പെടുത്തുകൊണ്ട് അതിലേക്ക് ചായ പകർന്നുകൊണ്ട് അവന് നേരെ നീട്ടി. അടുക്കളക്കാരിയായോ? ഒരു കൈകൊണ്ട് കപ്പ് വാങ്ങുന്നതിനിടെ അവളെ കൂടി വലിച്ചടുപ്പിച്ച് ആ കണ്ണിലേക്ക് നോക്കി അവൻ ചോദിച്ചു. അവൾ തലയാട്ടി. ഹോസ്പിറ്റലിൽ പോണില്ലേ എന്ന്? സീതയും ചിരിയോടെ അവനെ നോക്കി. ഇല്ലെന്ന് അവൻ കണ്ണിറുക്കി കാണിച്ചു. ഇല്ലേ? ധൃതിയുണ്ടെന്ന് പറഞ്ഞു പോന്നിട്ട്? സീതയുടെ കണ്ണിൽ കുറുമ്പ് നിറഞ്ഞു. ഞാൻ അത്ര കൊതിച്ചു നേടിയ നിമിഷങ്ങളാണെന്നോ ലച്ചു. അതൊന്നും ആസ്വദിക്കാതെ കണ്ണേട്ടൻ ഇന്ന് പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടി സീതാലക്ഷ്മി? കണ്ണൻ്റെ കണ്ണിലെ കള്ളത്തരം കണ്ടിട്ട് സീത കുതറി മാറാൻ നോക്കി. പക്ഷേ അവൻ്റെ പിടി മുറുക്കി. നീ ചായ കുടിച്ചോ? അവളെ വിടാതെ അവൻ വീണ്ടും ചോദിച്ചു. എങ്കിൽ കുടിക്ക്. അവൻ ആ കപ്പ് സീതയുടെ ചുണ്ടോട് ചേർത്ത് വെച്ച് കൊടുത്തു. ഇത് കണ്ണേട്ടനുള്ളതല്ലേ? നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ടോടി സീതാലക്ഷ്മി? ഞാനും നീയും എന്നൊക്കെ നമ്മളല്ലേ? പറഞ്ഞതും അവൻ ഒന്നുകൂടി അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. കവളിൽ അമർത്തി ഉമ്മ വെച്ചു. ഇവിടെയൊക്കെ ഇഷ്ടായോ? കാതോരമായി അവൻ്റെ ചോദ്യം. സീത തലയാട്ടി. വീണ്ടും ഹൃദയത്തോളം ആഴ്ന്നു പോകുന്ന അവൻ്റെ നോട്ടം. ആത്മാവിനാഴങ്ങളിലേക്കെന്ന പോലെ അലിഞ്ഞിറങ്ങുന്ന ആർദ്രമായ നോട്ടം. സീതയെ അവൻ്റെ പ്രണയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ തളർന്നു പോയിരുന്നു. അവനിലാവട്ടെ അത് കൂടുതൽ കൂടുതൽ ലഹരി നിറച്ചു. എനിക്കിതൊന്നും വേണ്ട അങ്കിൾ. ഞാൻ വേറെ ഒരു ജോബിന് അപ്ലൈ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ഒരാഴ്ച കൊണ്ട് റെഡിയാകും. ജോണിൻ്റെ മുന്നിൽ നിന്നത് പറയുമ്പോൾ മിത്തുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അയാൾ. ആ നിമിഷം അയാൾക്ക് അവനോട് ബഹുമാനമാണ് തോന്നിയത്. റിമിക്ക് വേണ്ടിയാണ് അവൻ ലീവ് എടുത്തത്. ആ കാരണം കൊണ്ടാണ് അവൻ്റെ ജോലി പോയതും. എല്ലാം അറിഞ്ഞുകൊണ്ട് നല്ലൊരു ജോലി അവന് ഓഫർ ചെയ്യുമ്പോൾ അതവൻ നിരസിക്കുകയാണ്. സ്വയം നേടിയെടുത്തു കൊള്ളാമെന്ന് അഭിമാനത്തോടെ പറയുകയാണ്. വേണമെങ്കിൽ അവൻ ഈ അവസരത്തെ മിസ്യൂസ് ചെയ്യാമായിരുന്നു. ചെയ്യുന്നില്ല എന്നത് പോട്ടെ, അങ്ങോട്ട് കൊടുക്കുന്നത് പോലും സ്നേഹത്തോടെ വേണ്ടെന്ന് പറയുന്നു. ജോൺ പുഞ്ചിരിയോടെ മിത്തുവിനെ നോക്കി. ഔദാര്യമല്ലല്ലോ മിഥുൻ, തനിക്ക് അതിനുള്ള അർഹതയുണ്ട്. എൻ്റെ കമ്പനിക്ക് തന്നെ പോലെയുള്ള ഒരാളെ ആവശ്യമുണ്ട്. ഈ ജോലി തനിക്ക് ആവശ്യമുണ്ട് എന്നതിനേക്കാൾ എനിക്ക് തന്നെ ആവശ്യമുണ്ട് എന്നതാ സത്യം. ജോൺ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അങ്കിൾ, അവനൊരു ഉത്തരം പറയാനായില്ല. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യടോ മിഥുൻ. ഞാനും എൻ്റെ മോളും ഓഫീസിൽ പോവാനാവുന്നത് വരെയെങ്കിലും. ജോൺ വീണ്ടും ആവശ്യപ്പെട്ടു. മിത്തുവിനൊന്നും പറയാൻ കഴിയാത്ത വിധം ജോൺ അവനെ ഒരു സ്നേഹത്തിൻ്റെ ചങ്ങല അണിയിച്ചു. ഹരി റെഡിയായി വരുമ്പോഴേക്കും പാറു ചായ എടുത്ത് വെച്ചിരുന്നു. മനഃപൂർവ്വം വരദ അവൻ്റെ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുമ്പോൾ പാറുവിന് പിന്നെ അത് ചെയ്തു കൊടുക്കുകയേ നിവൃത്തിയുള്ളൂ. അകന്നു നിന്നാൽ അവരെന്നും അങ്ങനെ നിന്നു പോകുമെന്ന് ആ അമ്മ മനസ്സ് ഭയന്നു. മോള് റെഡിയായില്ലേ പാറു? കഴിക്കാനിരുന്നു കൊണ്ട് ഹരി ചോദിച്ചു. ഭംഗിയായി ഒരുങ്ങിയിറങ്ങി അവനിൽ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ തടഞ്ഞു നിന്നു. ഹരിയിലൊരു കള്ളച്ചിരിയുണ്ട് ആ നോട്ടം കണ്ടപ്പോൾ. ഉറക്കെ എന്തോ പറഞ്ഞു ചിരിച്ചുകൊണ്ട് കുഞ്ഞിയും ലല്ലുവും അങ്ങോട്ട് കടന്നു വന്നപ്പോൾ രണ്ടുപേരുടെയും ശ്രദ്ധ അവരിലേക്ക് മാറി. അവർക്ക് പിറകെ തന്നെ പോവാൻ റെഡിയായി ഭദ്രയും വന്നു. കുഞ്ഞിയും ലല്ലുവും ടേബിളിൽ വലിഞ്ഞു കയറി ഹരിയുടെ അരികിലേക്കിരുന്നു. ലല്ലു സ്കൂൾ യൂണിഫോമിലാണ്. കുഞ്ഞിക്കിനി അവരുടെ വീട്ടിൽ ചെന്നിട്ട് വേണം ഡ്രസ്സ് മാറിയെടുത്ത് പോവാൻ. വലിയ ദൂരമൊന്നുമില്ല ഭദ്രയുടെ വീട്. ഏറിയാൽ ഒരു 20 മിനിറ്റ് നേരത്തെ യാത്രയുണ്ടാകും. ഒരു ദിവസം എല്ലാവരും കൂടി അങ്ങോട്ട് വാട്ടോ ഏട്ടാ. കയ്യിലുള്ള വലിയൊരു ബാഗ് സോഫയിൽ കൊണ്ടുവന്ന് വെക്കുന്നതിനിടെ ഭദ്ര ഹരിയെ നോക്കി. വരാം മോളെ. ലല്ലുമോൾക്കും കുഞ്ഞിക്കും ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നതിനിടെ ഹരി പറഞ്ഞു. പ്രജീഷ് എന്നാ വരുന്നതെന്ന് ഉറപ്പിച്ചോ? ഹരി ചോദിച്ചു. ഏട്ടൻ മിക്കവാറും ഈ ആഴ്ച അവസാനം എത്തുമെന്ന് പറഞ്ഞു ഏട്ടാ. അത് പറയുമ്പോൾ ഭദ്രയുടെ മുഖം ചുവന്നു പോയിരുന്നു. ഹരി യാത്ര പറഞ്ഞു പോയതിനു ശേഷമാണ് ആദ്യം ഭദ്രയും അവർക്ക് പിറകെ ലല്ലുവും പോയത്. തമ്മിൽ പിരിയാൻ കുഞ്ഞിക്ക് ലല്ലുവിനും നല്ല സങ്കടമുണ്ടായിരുന്നു. എൻ്റെ ഏട്ടൻ പാവാണിട്ടോ ഏട്ടത്തി, ഇനിയും അതിനെ സങ്കടപ്പെടുത്തല്ലേട്ടോ.
കാറിൽ കയറിയിരുന്നതിന് ശേഷമാണ് ഭദ്ര പാറുവിനെ നോക്കി വിളിച്ചു പറഞ്ഞത്. മാഷും വരതയും ചിരിയോടെ നോക്കുന്നത് കണ്ടിട്ട് പാറു ചമ്മിപ്പോയിരുന്നു. ദിവസങ്ങൾക്ക് സന്തോഷത്തിൻ്റെ മേമ്പൊടിയുള്ളതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ഹൃദ്യമായിരുന്നു. പോയതിൽ പിന്നെ നിമ്മി ഓരോ നിമിഷവും ഹൃദ്യമായിരുന്നു. പോയതിൽ പിന്നെ നിമ്മി ഓരോ നിമിഷവും നീറുന്നൊരു ഓർമ്മയെന്നതിലൊഴിച്ചാൽ പുതിയ ജോലിയും സിറ്റുവേഷനുമായും അജുവും അലിഞ്ഞു ചേർന്നിരുന്നു. എന്നും വൈകുന്നേരം സീതയുടെ അരികിൽ പോയി ഇത്തിരി നേരം ഇരുന്നിട്ട് അവൻ റൂമിലേക്ക് പോവാറുള്ളൂ. ജീവിതത്തിൻ്റെ എല്ലാ ഭാവങ്ങളെയും കണ്ണനും സീതയും ആസ്വദിക്കുകയാണെന്ന് അവരുടെ കണ്ണിൽ ഒളിപ്പിച്ചു പിടിച്ച 2 സൂര്യൻ സാക്ഷി പറയും. സീതയും അജുവും ഒരുമിച്ച് കൂടുമ്പോഴൊക്കെയും അവർ പാറുവിനെ വിളിക്കും. ഹരിയോട് അടുക്കാൻ മാത്രം ഇച്ചിരി അകലം കാത്തുവെച്ചിട്ടുണ്ടെങ്കിലും ആ വീടുമായി പാറു നന്നായി ഇണങ്ങിക്കഴിഞ്ഞെന്ന് അവരുടെ ചിരിയിലുണ്ടായിരുന്നു. ചിറ്റയെയും അജുവിനെയും ഒരുമിച്ച് കാണുമ്പോൾ ലല്ലുവിന് ലേശം കുശുമ്പ് തോന്നുന്നുണ്ടെങ്കിലും ഹരിയുടെ സ്നേഹവാത്സല്യങ്ങളെക്കാൾ ശക്തിയൊന്നും അവൾക്ക് അതിൽ കണ്ടുപിടിക്കാനായിരുന്നില്ല. ഹരിയെ അന്വേഷിച്ചപ്പോൾ അച്ഛാ എന്ന് നീട്ടി വിളിക്കുന്ന ലല്ലുവിനെ നോക്കുമ്പോൾ സീതയുടെയും അജുവിൻ്റെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു തൂവി. എന്താ ഇവിടെ? മൂർച്ചയുള്ള സ്വരത്തോടെ സബാൻ വർഗീസ് ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ചോദിച്ചു. പോലീസ് യൂണിഫോം അല്ലായിരുന്നിട്ട് കൂടിയും അവൻ്റെ എടുപ്പ് കണ്ടിട്ട് അവിടെ കൂടിയവരെല്ലാം ഒന്നൊതുങ്ങി. ആൾക്കൂട്ടത്തിൽ അപമാനിതയായതിൻ്റെ വേദന കൊണ്ട് നിറഞ്ഞ മിഴിയോടെ അവൾ. ആര്യ തല കുനിഞ്ഞു നിൽക്കുന്നു. ഹൃദയം മുറിയുന്ന വേദനയോടെ സബാൻ അവളെ നോക്കി. അവൻ്റെ കണ്ണിലേക്ക് രോക്ഷം ഇരച്ചു കയറിയത് പെട്ടെന്നാണ്. ആര്യ, എന്താടോ പ്രശ്നം? അലിവോടെ അവൻ ആര്യയെ തൊട്ട് വിളിച്ചു. വിതുമ്പിക്കൊണ്ട് അവനെയൊന്ന് നോക്കിയതല്ലാതെ അവൾക്കൊന്നും പറയാനായില്ല. എന്താ കാര്യം? വീണ്ടും അവൻ്റെ ശബ്ദമുയർന്നു. അവൾ പറയില്ല. ഏട്ടൻ്റെ കൂടെ പെൺവാണിഭം നടത്തുന്നവളല്ലേ? കൂട്ടത്തിൽ നിന്നും ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു. സെബാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ആര്യ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ച് പിടിച്ചിരുന്നു. ആ നിമിഷം, നിങ്ങളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവളത് ചെയ്യുന്നത്? അലറും പോലെ ചോദിക്കുമ്പോൾ നെഞ്ചിൽ ഒതുങ്ങി അവളെ അവൻ പൊതിഞ്ഞു പിടിച്ചിരുന്നു. ഇനിയും എങ്ങനെയാണ് അച്ഛാ? അറിഞ്ഞുകൊണ്ട്. ഇനിയും എങ്ങനെയാണ് അച്ഛാ? അറിഞ്ഞുകൊണ്ട്. ഒരക്ഷരം എതിർപ്പ് പറയാതെ, ദേഷ്യം കാണിക്കാതെ അവൾ നമ്മളെ തോൽപ്പിക്കുകയല്ലേ? സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ അവൾ ശ്രമിക്കുമ്പോൾ അതേ സ്നേഹം നമ്മൾ അവളോടും കാണിക്കണ്ടേ? നിഖിൽ അച്ഛനെ നോക്കി. അയാൾ ഒന്നും പറയാതെ നെഞ്ചൊഴിഞ്ഞുകൊണ്ട് അവനെയൊന്ന് നോക്കി. പാവല്ലേ അച്ഛാ, പണ്ടും അവൾക്കങ്ങനെ വാശിയൊന്നുമില്ലല്ലോ. നമ്മൾ എന്താണോ പറയുന്നത് അതനുസരിച്ച് വളർന്നവളല്ലേ നമ്മുടെ മോള്. ഇതിപ്പോൾ അവളുടെ ജീവിതം, അവളുടെ ഇഷ്ടം. ഒരാളോട് ഇഷ്ടം തോന്നുന്നതൊന്നും അയാൾക്ക് ഒരു ജീവിതം ഷെയർ ചെയ്യാൻ കൊതിക്കുന്നതും അത്ര വലിയൊരു തെറ്റൊന്നല്ലല്ലോ. നിഖിലിൻ്റെ കണ്ണിൽ അനിയത്തിയോടുള്ള വാത്സല്യം. അച്ഛൻ നാളെ ബ്രോക്കർ പിള്ളയോട് വരണമെന്ന് പറഞ്ഞത് ഹൃദയം പൊഴിഞ്ഞ് കേട്ടുനിന്ന അവളെൻ്റെ അനിയത്തിയാണ് അച്ഛാ. എനിക്കാ സങ്കടം കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അവൾക്കൊപ്പം നിൽക്കാനാണ് എൻ്റെ തീരുമാനം. നിഖിലിൻ്റെ ഉറച്ച സ്വരം. എൻ്റെയും. അച്ഛൻ്റെ മുഖത്തേക്ക് നിഖിൽ വിശ്വാസം വരാത്തതുപോലെ നോക്കി. അവൾ ജീവിക്കട്ടെ നിക്കി. അവൾ ആഗ്രഹിക്കുന്നവനൊപ്പം സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അതുതന്നെയല്ലേ നമ്മുടെയും ആഗ്രഹം. വാതിൽക്കൽ തറഞ്ഞു നിൽക്കുന്ന നിമ്മിക്ക് അതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ വയ്യായിരുന്നു. അച്ഛനോടൊന്ന് കേണ് പറയാൻ വന്നവളാണ്. നാളെയാണ് ബ്രോക്കർ പിള്ളയോട് ഇവിടെ വരെ വരാൻ പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുള്ളത്. മറ്റൊരാൾക്ക് മുന്നിൽ പോയി നിൽക്കേണ്ടി വരുന്ന ഗതികേട് ഓർക്കുമ്പോൾ തന്നെ തളർന്നു പോകുന്നു. അതൊന്ന് പറയാൻ വന്നവളാണ്. കാറ്റുപോലെ അവൾ ഓടിച്ചെന്ന് നിക്കിയെ ഇറുകെ പിടിച്ചു. കരച്ചിലോടെ തന്നെ അവൻ്റെ നെഞ്ചിൽ മുഖമിട്ടുരച്ചു. വാത്സല്യത്തോടെ സ്നേഹത്തോടെ അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി നെറ്റിയിൽ ചുണ്ട് ചേർത്തു. നിന്റെ സന്തോഷമല്ലേ നിമ്മി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് അർജുനൊപ്പമായിരിക്കുമെന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. നിനക്കൊപ്പം ചേരാൻ അവനുള്ള മുഴുവൻ കുറവുകളും നിന്റെ ഏട്ടൻ പരിഹരിക്കും. ചിരിയോടെ നിക്കി പറയുമ്പോൾ നിമ്മി അവന് നേരെ കൈകൾ കൂപ്പി. ശേഷം ആ കൈകൾ അവൾ അച്ഛൻ്റെ നേരെയും കൂപ്പിക്കൊണ്ട് വിതുമ്പി. പോയിട്ട് നിന്റെ അർജുനോട് ഈ സന്തോഷം നീ. കൂടുതൽ അവളെ കരയിക്കാതെ നിക്കി പറഞ്ഞു വിട്ടു. അച്ഛൻ കാണാതെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ടവൻ തിരിഞ്ഞു നിന്നു. ദേ റിമി, വെറുതെ വാശി പിടിക്കാതെ. എടുത്തിട്ടായാലും നിന്നെയും കൊണ്ട് ചെല്ലുമെന്ന് അവന്മാർക്ക് വാക്കും കൊടുത്തിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതുകൊണ്ട് മര്യാദക്ക് നിന്ന് ജാട കാണിക്കാതെ വരുന്നുണ്ടോ നീയെ? മിത്തു അത്യാവശ്യം കലിപ്പിലാണ്. റിമി പക്ഷേ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു. ഒരക്ഷരം മിണ്ടുന്നില്ല. പതിവ് നിസ്സംഗത തന്നെ. ബാംഗ്ലൂരിലെ കണ്ണൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടി നടത്തുന്ന ഫംഗ്ഷൻ വൈകുന്നേരമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം കണ്ണൻ്റെ തിരക്കുകൾ തന്നെയാണ്.
കണ്ണനെ എത്രയൊക്കെ വിളിച്ചിട്ടും റിമി വരുന്നില്ലെന്നുള്ള വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ മിത്തു അത് ഏറ്റെടുത്തു. അവളെയും കൊണ്ട് ചെല്ലുമെന്ന് കൂട്ടുകാരോട് വാക്കും പറഞ്ഞുകൊണ്ടാണ് അവൻ വന്നത്. ജോണിൻ്റെ കൂടെ അവരുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് മിത്തു. തുടരെ തുടരെ കാണേണ്ടി വന്നിട്ടും അവളുടെ നിസ്സംഗത നിറഞ്ഞ മുഖത്തൊരു പ്രതീക്ഷയുടെ നേർത്ത വെളിച്ചം പോലും മിത്തുവിന് കാണാനായിട്ടില്ല. അന്ന് പറഞ്ഞ ഇഷ്ടത്തിൻ്റെ തണുപ്പും പറഞ്ഞ് അവൻ ഒരിക്കലും പിന്നെ അവളിലേക്ക് ചേരാൻ ശ്രമിച്ചിട്ടുമില്ല. കാരണം മുറിപ്പെട്ട ആ മനസ്സിലെ വേദനകൾ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ എവിടെയാണ് സത്യം? റിമി, എത്രയൊക്കെ പറഞ്ഞിട്ടും ബെഡിൽ അനങ്ങാതെ കൂനിക്കൂടി ഇരിക്കുന്നവളെ മിത്തു അരികിൽ ചെന്നിരുന്നു കൊണ്ട് കുലുക്കി വിളിച്ചു. പ്ലീസ് റിമി, ഒന്ന് വാ. നീ കൂട്ടിക്കൊണ്ട് ചെല്ലുമെന്ന് വാക്ക് കൊടുത്തിട്ടാടി ഞാൻ വന്നേക്കുന്നത്. പ്ലീസ്. നീ പോവാൻ നോക്ക് മിത്തു, ഞാൻ വരുന്നില്ല. എനിക്കവിടെ ഞാനില്ല. അവൾ കാൽമുട്ടുകൾ കൂട്ടിവെച്ചിട്ട് അതിലേക്ക് മുഖം പൂഴ്ത്തി. മിത്തുവിന് സങ്കടം വരുന്നുണ്ട് അവളെ നോക്കുമ്പോഴൊക്കെയും. ഇതുപോലൊരു ഫംഗ്ഷൻ നടത്തുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഉത്സാഹത്തോടെ നടന്നിരുന്നവളാണ്. ഇനി എന്താ പറയേണ്ടതെന്നറിയാതെ അവനും ഇരുന്നു പോയി. നിർത്താതടിക്കുന്ന ഫോൺ വിളികളെല്ലാം ചോദിക്കുന്നത് ഒറ്റ ചോദ്യമായിരിക്കുമെന്ന് അറിയാവുന്നതുപോലെ അവനതൊന്നും എടുത്തില്ല. ബെല്ലടിച്ച് മടുത്തിട്ടെന്ന പോലെ അവയെല്ലാം സ്വയം നിശബ്ദമായി. വീണ്ടും വീണ്ടും ആ ഫോണിലേക്ക് കൂട്ടുകാരുടെ വിളിയെത്തുമ്പോൾ ആദ്യം മുഖമുയർത്തി നോക്കുന്നത് റിമിയാണ്. ഫോണിൻ്റെ നേരെയൊന്ന് നോക്കുക കൂടി ചെയ്യാതെ സ്വയം മറന്നെന്ന പോലെ തലകുനിച്ചിരിക്കുന്നവനെ നോക്കി അവളും അങ്ങനെയിരുന്നു. മിത്തു, ഡാ ഫോൺ എടുക്ക്, കുറേ നേരമായി അത് ബെല്ലടിക്കുന്നു. റിമി അവൻ്റെ തോളിൽ തട്ടി വിളിച്ചു. എന്നിട്ടും അവൻ അനങ്ങിയില്ല. എന്നെയൊന്ന് മനസ്സിലാക്ക് മിത്തു. അങ്ങേയറ്റം ദയനീയമായ സ്വരം. നെഞ്ചു പിടഞ്ഞിട്ടും അവൻ അനങ്ങിയില്ല. അവർക്ക് മുന്നിൽ പോയി നിൽക്കാൻ എനിക്ക് വയ്യടാ. എന്നെ തുറിച്ചു നോക്കുന്നത് പോലെ മിത്തുവിൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞുകൊണ്ട് റിമി തല കുനിച്ചു. അതിന് നീ എന്താ തുണിയെടുക്കാതെയാണോ അങ്ങോട്ട് പോകുന്നത്? അതോ നീ അവരോട് തെറ്റ് വല്ലതും ചെയ്തിട്ടുണ്ടോ? ഉള്ളിലൊരുപാട് നീറിയിട്ടും അവൻ ഗൗരവത്തോടെ ചോദിച്ചു. റിമിക്ക് ഉത്തരമില്ലായിരുന്നു. ഒന്നുമില്ല, നീ ഞങ്ങളുടെ ആ പഴയ കൂട്ടുകാരി തന്നെയാണ്. ഒരു മാറ്റവുമില്ല. മാറിയെന്ന് തോന്നുന്നതും നിനക്കാണ്, ഞങ്ങൾക്കല്ല. മിത്തു അവളുടെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ പോ മിത്തു, അവർ കാത്തിരിക്കും. വെറുതെ നല്ലൊരു ഫംഗ്ഷൻ നീ എനിക്ക് വേണ്ടി മിസ് ചെയ്യല്ലേ പ്ലീസ്. റിമിയുടെ സ്വരം നീർത്തു. പോകുന്നുവെങ്കിൽ നമ്മൾ ഒരുമിച്ച്, ഇല്ലെങ്കിൽ ഞാനും പോകുന്നില്ല. നിന്നെയും കൊണ്ട് ചെല്ലാമെന്ന് വാക്ക് പറഞ്ഞു പോന്നിട്ട് ഒറ്റയ്ക്ക് കയറി ചെല്ലാൻ എനിക്കും വയ്യ. അവനും അതേ ഭാവത്തിൽ പറഞ്ഞു. എന്തിനാടാ എന്നെ ഇങ്ങനെ? എൻ്റെ സ്നേഹം നിനക്കൊരിക്കലും ബുദ്ധിമുട്ടായിട്ടില്ലല്ലോ ഇതുവരെയും. ഇനിയും അതങ്ങനെ തന്നെയാകും, പേടിക്കണ്ട. അവൾ പറഞ്ഞു തീരും മുന്നേ മിത്തു പറഞ്ഞു. ശാന്തമാണ് അവൻ്റെ മുഖം, വാക്കുകളും. എന്നിട്ടും റിമിയുടെ നെഞ്ച് കനച്ചു. പേടിയുണ്ടായിരുന്നു അവൾക്ക്. ആരോട് പറഞ്ഞില്ലെങ്കിൽ കൂടിയും അവനാ കാണിക്കുന്ന നിശബ്ദമായ സ്നേഹത്തിൽ വീണുപോകുമോ എന്ന്. നശിച്ചെന്ന് താൻ സ്വയം വിധിച്ച ശരീരവും മനസ്സും ജീവിതവും പതിയെ പതിയെ അവനിലേക്ക് ചായുമോ എന്ന്. അതുകൊണ്ടാണ് പരമാവധി അവനിൽ നിന്നും അകലം പാലിക്കുന്നത്. പക്ഷേ യാതൊരു മാറ്റവുമില്ലാതെ എന്നും വന്ന് കാണുന്നുണ്ട്. ഭാവമാറ്റം ഏതുമില്ലാതെ അവൻ്റെ വിശേഷം പറയുന്നുണ്ട്. ഓഫീസ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മെൻ്റലി ഒരുപാട് തകർന്നു നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഡാഡിക്ക് അവൻ്റെ പ്രസൻസ് എത്രയോ വലുതാണെന്നും അറിയാതെയല്ല. അല്ലെങ്കിലും ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. എത്രയൊക്കെ കുതറി മാറാൻ ശ്രമിച്ചാലും ഹൃദയം കൊണ്ടെന്ന പോലെ ചേർത്ത് പിടിക്കുന്നവർ. വിരലുകൾ അറുത്തുമാറ്റി ചോര പൊടിഞ്ഞാലും നനുത്തൊരു ചിരിയോട് കൂടുതൽ കൂടുതൽ പിടിമുറുക്കിക്കൊണ്ടേയിരിക്കും. തിരിച്ചു കൊടുക്കാൻ സ്നേഹമില്ലെങ്കിലും ചേർത്ത് പിടിക്കാൻ പരിഗണനയില്ലെങ്കിലും സ്നേഹിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് പിടിവിട്ടു പോകാത്തവർ. ഭ്രാന്തമായി സ്നേഹിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും സ്നേഹത്തിൻ്റെ ചുഴിയിൽ പെടുത്തി നോവിക്കുന്നവർ. നോവേറ്റി പിടഞ്ഞാലും ഒരു നോവിലേക്കും ഒറ്റയ്ക്ക് തള്ളിവിടാത്തവർ. കൂടെയുണ്ടെന്നല്ല, കൂട്ടിനുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നവർ. മിത്തു. വീണ്ടും വീണ്ടും ഫോണിൽ ബെല്ലടിക്കുമ്പോൾ റിമി അവനെയും ഫോണിനെയും മാറി മാറി നോക്കും. ബാ എഴുന്നേൽക്ക്, ഞാനും വരുന്നു. ഒടുവിൽ ഒരു നെടുവീർപ്പോടെ റിമി പറഞ്ഞു. മിത്തു കള്ളച്ചിരിയോടെ അവളെ നോക്കി. ഇളിക്കല്ലേ, എനിക്ക് ടെൻഷനായിട്ട് പാടില്ല. റിമി അവൻ്റെ നേരെ കണ്ണിരുട്ടി. റെഡിയായി വാ, ഞാൻ പുറത്തുണ്ട്. സന്തോഷം കൊണ്ട് മിത്തു നിറഞ്ഞു പോയിരുന്നു. ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് തിരിച്ചു പോരുട്ടോ, പിന്നിൽ നിന്നും റിമി ഓർമ്മിപ്പിച്ചു. സെറ്റ്. തിരിഞ്ഞു നോക്കാതെ അവൻ കൈയുയർത്തി കാണിച്ചു. 2-3 മിനിറ്റ് കൊണ്ട് റിമി റെഡിയായി വന്നിരുന്നു. അവൾക്ക് ചേരാത്തൊരു ചുരിദാറും വാരി ചുറ്റി വരുന്നവളെ മിത്തു തുറിച്ചു നോക്കി. പൂവല്ലേ, ബാ.
അവൻ്റെ നോട്ടം കണ്ടിട്ട് റിമി മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെയല്ല, ഇതെന്തോന്നു കോലം? റിമി മരിയ ജോൺ ആയിട്ട് വാ, ഞാൻ കാത്തിരിക്കാം. ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും മിത്തു കസേരയിലിരുന്നു. പിന്നെയും അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് റിമി തിരിഞ്ഞു നടന്നു. ചിരിയോടെ നോക്കുന്ന ജോണിനെയും മരിയെയും നോക്കി മിത്തു ചിരിയോടെ കണ്ണടച്ച് കാണിച്ചു. എനിക്ക് കാണാൻ തോന്നുന്നു അജു. ഏറെ നേരത്തെ മൗനത്തിനു ശേഷം നിമ്മി അത് പറയുമ്പോൾ അജുവിനും ആ തോന്നൽ ശക്തമായിരുന്നു. നിറഞ്ഞു തൂവിയ കണ്ണുകളിലത്രയും ഉള്ളിലെ സന്തോഷമായിരുന്നു. നിരഞ്ജനയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവ് റിസൾട്ട് രണ്ടുപേരും അത്ര പെട്ടെന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്ക് ഉറപ്പുണ്ട് അജു, സമ്മതിക്കും. എൻ്റെ സന്തോഷം കാണാൻ ഇവർ നമ്മളെ കൂട്ടിച്ചേർക്കും. കണ്ണേട്ടനോടും ഹരിയേട്ടനോടും അവിടെ വരെ ചെന്നിട്ട് അവർ കാണിച്ച പരിഗണനയില്ലായ്മയെ അർജുൻ ഒരുപാട് ഭയന്നിരുന്നു. അപ്പോഴൊക്കെയും നിരഞ്ജനയാണ് അവന് ധൈര്യം പകർന്നു കൊടുത്തിരുന്നത്, വീണ്ടും വീണ്ടും സ്വപ്നം കാണാൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. കാണും, നമ്മൾ ഉടനെ തന്നെ കാണും. എനിക്കും ഈ ശ്വാസം മുട്ടൽ സഹിക്കാൻ വയ്യൻ്റെ പെണ്ണെ, ഞാൻ വരും. അർജുനുള്ളിലെ പ്രണയത്തിൻ്റെ വിങ്ങലോടെ പറഞ്ഞു. കണ്ണേട്ടനോടും ഹരിയേട്ടനോടും ചേച്ചിമാരോടും പറഞ്ഞേക്കണേ അജു, നിരഞ്ജന ഓർമ്മിപ്പിച്ചു. പറയാട്ടോ. അവളുടെ ഉള്ളിലെ സന്തോഷത്തിളക്കം അറിഞ്ഞിട്ട് അജു വാത്സല്യത്തോടെ പറഞ്ഞു. ഏട്ടന് വിളിക്കുമായിരിക്കും അജു, നമ്പർ വാങ്ങിയിരുന്നു എൻ്റെ കയ്യിൽ നിന്നും. വിളിക്കട്ടെ, ആ വിളിയും കാത്ത് ഞാൻ എത്ര കാലമായി. വിളിക്കട്ടെ. ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തിലാണ് അവനും. സാറിനു കൂടി ചീത്തപ്പേരാകും. ആര്യയ്ക്ക് അതിലായിരുന്നു സങ്കടം മുഴുവനും. ആൾക്കൂട്ടത്തിൽ നിന്നും ചെറിയൊരു കയ്യാങ്കളിയിലൂടെയാണ് സെബാൻ അവളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നത്. അവിടെ കൂടിയവർക്ക് അവളെ അപമാനിച്ച് മതിയായിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കലിപ്പവർ സെബാന് നേരെയാണ് തീർത്തത്. ഒടുവിൽ ആൾക്കൂട്ടത്തിൽ ഏതോ ഒരുത്തൻ സെബാൻ ഒരു പോലീസ് ഓഫീസറാണെന്ന് തിരിച്ചറിഞ്ഞ് വിളിച്ചു പറഞ്ഞതോടെ തീയിൽ വെള്ളമൊഴിച്ചതുപോലെ രോഷം അണഞ്ഞു പോയിരുന്നു. കൂടെ വരാൻ കൂട്ടാക്കാതെ ഇരുന്ന അവളെ സെബാൻ നിർബന്ധിച്ച് കൂടെ കൂട്ടുകയായിരുന്നു. ഇനി ഈ ബുദ്ധിമുട്ട് ജീവിതകാലം മുഴുവൻ സഹിച്ചാലോന്നാ എൻ്റെ ആലോചന. ഒട്ടും പ്രതീക്ഷിക്കാത്ത അവൻ്റെ ആ വെളിപ്പെടുത്തൽ ആര്യയുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയിരുന്നു. അവനും അവളെ നോക്കാതെ മുന്നിലേക്ക് നോക്കി സീറ്റിലേക്ക് ചാരിയിരുന്നു. അല്പനേരം കഴിഞ്ഞ് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവാൻ തുനിഞ്ഞ അവളെ അവൻ കയ്യിൽ പിടിച്ചു നിർത്തി. പേടിക്കണ്ട, ഒന്നിനെയും, ഞാനുണ്ടാകും കൂടെ. എനിക്കിഷ്ടമാണ്. എൻ്റെ പാതിയായി സ്വീകരിക്കാൻ മാത്രം വലുപ്പമുള്ളൊരു ഇഷ്ടം. മുഖത്തെ ഗൗരവം അഴിച്ചു മാറ്റി ആർദ്രമായി പറയുന്നൊരുവൻ. ആര്യയുടെ കണ്ണുകൾ കലങ്ങി ചുവന്നു. നാട്ടിലിപ്പോൾ ഞാൻ പീഡനവീരൻ്റെ പെങ്ങളാ സാർ. ആർക്കും എന്തും പറയാം. മിണ്ടാതെ നിന്ന് കേട്ടോളണം. പ്രതികരിക്കാൻ അവകാശമില്ല പോലും. കുനിഞ്ഞിരുന്നു കൊണ്ട് ആര്യയൊന്ന് വിതുമ്പി. സെബാൻ അവളെ നോക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അവനാ കണ്ണുനീർ കാണേണ്ടായിരുന്നു. വീട്ടിലെ അവസ്ഥ അതിലും ഭീകരമാണ് സാർ. അമ്മയെ പഴി പറഞ്ഞ് അച്ഛനും ഫാമിലിയും ഓരോ ദിവസവും പുതിയ പുതിയ ഓരോ ന്യായങ്ങളുമായി അമ്മയും. ഇതിനെല്ലാം ഇടയിൽ എനിക്ക് എന്നെ പോലൊരാൾ വേണ്ട സാർ. സാറിൻ്റെ പാതിയായിട്ട്. നിറഞ്ഞ കണ്ണോടെ ആര്യ സബാനെ നോക്കി. എനിക്ക് മുന്നിലിപ്പോൾ ഒരു പ്രതീക്ഷകളുമില്ല. എവിടെ ചെന്ന് അവസാനിക്കും എൻ്റെ ജീവിതമെന്നും അറിയില്ല. പക്ഷേ സാറിനെ കൂടെ കൂട്ടരുത്. അത് സാറിന് വേദനകളും അപമാനവും മാത്രമേ തരൂ. ചില തെറ്റുകൾ അങ്ങനെയാണ് സാർ. കുടുംബം മൊത്തം ഉത്തരം പറയേണ്ടി വരും. ആര്യ നനത്തൊരു ചിരിയോടെ സബാനെ നോക്കി. എനിക്ക് നിന്നെ മതിയെങ്കിലോ ആര്യ. ആ കണ്ണിൽ കുസൃതിയാണ്. അവളൊന്നും മിണ്ടിയില്ല. ഇന്ന് ഈ നിമിഷം വരെയും നീ തനിച്ചായിരിക്കും. പക്ഷേ ഇനി അങ്ങോട്ട് നീ എൻ്റെ പെണ്ണാണ്. ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മാത്രം. ഇനിയൊരു വേദനയ്ക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. അതെൻ്റെ വാക്കാണ്. അവളുടെ കൈയെടുത്ത് തലോടി ആർദ്രമായി പറയുന്നവനെ നോക്കി ആര്യ തളർന്നിരുന്നു. പ്രതികരിക്കാൻ നിനക്ക് അവകാശമില്ലെന്ന് ആരാണ് പറഞ്ഞത്? അതിന് മാത്രം എന്ത് തെറ്റാണ് നീ ചെയ്തത്? തെറ്റ് ചെയ്തവരാണ് ആര്യ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതും. നിനക്കറിയാവുന്ന എന്നെ മോഹിച്ച ആര്യ ഇങ്ങനെയല്ല. അവൾക്ക് തെറ്റിനെതിരെ പ്രതികരിക്കാനുള്ള ശേഷിയുണ്ട്. ഞാനെൻ്റെ പെണ്ണിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ആ ഭാവത്തെയാണ്. സെബാൻ അവളെ തൊട്ടുണർത്താനുള്ള പ്ലാനിങ്ങിലാണ്. ഏറെക്കുറെ അവനതിൽ വിജയിക്കുന്നുമുണ്ട്. കാരണം ആര്യയുടെ മുഖത്തേക്ക് കൊഴിഞ്ഞുപോയ ആത്മവിശ്വാസവും ഊർജവും തിരികെ വന്നിരിക്കുന്നു. മുന്നിൽ വരുന്ന ഏതിനെയും നേരിടാൻ അവളിലൊരു ചങ്കൂറ്റം സെബാൻ വളർത്തിയെടുക്കുന്നുണ്ട്. ഹരി ഓഫീസിൽ നിന്നും വരുമ്പോൾ വീട്ടിൽ പാറു ഒഴികെ ആരുമുണ്ടായിരുന്നില്ല. വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. അകത്ത് കയറിയ അവൻ പാറുവിനെ വിളിച്ചു നോക്കി. അവിടെയെങ്ങും കാണാത്തതുകൊണ്ട് അവൻ ബാഗ് മേശയിലേക്ക് വെച്ച് വീടിൻ്റെ പിന്നിലേക്ക് നടന്നു. വീടിൻ്റെ പിന്നിലുള്ള ഇത്തിരി സ്ഥലത്ത് മാഷിൻ്റെ പച്ചക്കറി കൃഷി തകർത്ത് നടക്കുന്നുണ്ട്. 2-3 ദിവസമായിട്ട് പാറുകൂടി സജീവമാണ്. മാഷച്ചനും മോളും കൂടി അവിടെയൊക്കെ ഓടി നടക്കും.
അവളിപ്പോൾ ആ വീടിൻ്റെ താളവുമായി ഏറെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത്ര വേഗത്തിൽ ഹരി അതുപോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവളേക്കാൾ പ്രിയപ്പെട്ടതാണ് അവിടെയുള്ളവർക്ക് ലല്ലുമോള്. മുത്തശ്ശനും മുത്തശ്ശിയും മോളും കൂടി ആ വീട് തലകുത്തനെ മറിക്കും. മുത്തച്ഛനും മോളും കൂടിയപ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കലാപരിപാടിയാണ് വൈകുന്നേരത്തെ നടത്തം. പുതുതായി ജോയിൻ ചെയ്തതുകൊണ്ട് തന്നെ ഹരിക്ക് വളരെ നേരത്തെ പോയാലും ഒരുപാട് വൈകിയേ തിരിച്ചിറങ്ങാനാവുമായിരുന്നുള്ളൂ. എങ്കിലും കഴിഞ്ഞുപോയ നിമിഷങ്ങളുടെ ഭംഗിയൊട്ടും ചോരാതെ അവനിലേക്ക് എത്തിക്കാൻ അച്ഛൻ വരുവോളം അച്ഛൻ്റെ പൊന്നുമോള് കാത്തിരിക്കും. അവരുടെ കൊഞ്ചൽ കേട്ടാണ് എന്നും പാറുവും ഹരിയും ഉറക്കത്തിലേക്ക് വീഴുന്നതും. അന്ന് രാത്രി ഭദ്രയുടെ പ്രതീക്ഷ വരുന്നുണ്ട്. തിരക്കായതുകൊണ്ട് തന്നെ ഹരിക്ക് എയർപോർട്ടിൽ പോകാനായില്ല. മാഷും വരതയും പോകുന്നുണ്ട്. അവരുടെ കൂടെ ലല്ലുമോളെ കൂടെ വിടണമെന്ന് കുഞ്ഞിയുടെ ഓർഡറാണ്. കുഞ്ഞിയുടെ അച്ഛനെ കാണാൻ അവളോളം ത്രില്ലിലായിരുന്നു ലല്ലുവും. അതുകൊണ്ട് ആ ഉത്സാഹത്തിലാണ് മുത്തശ്ശനും മുത്തശ്ശിക്കുമൊപ്പം അവൾ പോയതും. അവർക്കൊപ്പം പോവാൻ ഹരിയും കൂടെ വരാൻ അവരും പാറുവിനെ വിളിച്ചതാണ്. പക്ഷേ ആൾക്കൂട്ടങ്ങളെയും തുറിച്ചു നോട്ടങ്ങളെയും അവൾ അപ്പോഴും ഭയപ്പെട്ടിരുന്നു. അതറിയാവുന്നത് കൊണ്ട് തന്നെ അവരാരും അവളോട് നിർബന്ധിച്ചു പറഞ്ഞതുമില്ല. അവളിവിടെ തനിച്ചാകുമെന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും ഹരി അന്ന് നേരത്തെ ഇറങ്ങിയത്. പാറു ഒന്നുകൂടെ വിളിച്ചുകൊണ്ട് ഹരി വാതിൽ കടന്നിറങ്ങിയതും പുറത്തു നിന്നും അവൻ്റെ വിളി കേട്ട് ധൃതിയിൽ കയറി വരുന്ന പാറുവും തമ്മിലിടിച്ചു നിന്നുപോയി. താഴെ വീഴുമെന്നോർത്ത് കണ്ണുകൾ ഇറുക്കി അടച്ചു നിൽക്കുന്നവളെ ഹരി നെഞ്ചോട് ചേർത്ത് പിടിച്ചു.